സോ വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുക എന്നതാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള MSc നോക്കാം, അതായത് മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ഓക്കെ, ഇതിന് ശേഷം നമുക്കൊരു മിനി മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും കൂടി വരുന്നുണ്ട്. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് വേണ്ടി ആദ്യം നമ്മൾ നോക്കാനുള്ളത് ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസ് ആണ്. എങ്ങനെയാണ് ആ ഒരു വ്യക്തി ഗ്രൂം ചെയ്തേക്കുന്നത്, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, ഹെയറൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഹെയറൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റിലോട്ട് പറയാം, ഹെയർ കളറൊക്കെ. ഇത് കളറാണ് അവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ജനറലി അപ്പിയറൻസ് എങ്ങനെയാണ്, മേക്കപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ. സോ ഗ്രൂമിങ് ആൻഡ് ഡ്രസ്സിങ്ങിനകത്ത് വരുന്നതാണ് വി ഹാവ് ടു നോട്ട് ദ അൺയൂഷ്വൽ മോഡ് ഓഫ് ഡ്രസ്സ്. ചിലവർ ഒരുമാതിരി ഒരിപ്പം ഉടുപ്പിൻ്റെ ഒരു മാച്ചും അല്ലാത്ത ഭയങ്കര വിയേർഡായിട്ടുള്ളതായിരിക്കും പാൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു പകുതി കളർ, പകുതി വേറെ ഏതോ കളർ, ബാക്കി പകുതി വേറെ ഏതോ ഒരു കളർ, വേറെ ഏതോ രീതിയിൽ തയ്ച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചിലവർ ഫാഷനാണെന്ന് പറയും. അത് നമ്മൾ മോഡ് ഓഫ് ഡ്രസ്സിങ് നോക്കണം. സോയിൽഡ് ആയിട്ടുള്ള ക്ലോത്തിങ് ധരിച്ചിട്ടുണ്ടോ, ആൻഡ് ക്ലോത്തിങ് ആണോ, മേക്കപ്പ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, നീറ്റ്നെസ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. അതിനുശേഷമാണ് ഹൈജീന്. എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ബ്രത്ത് വരുന്നുണ്ടോ എന്ന്, അഴുക്ക, ഫൗൾ സ്മെല്ല്. കൂടാതെ തന്നെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ആ ഒരു ഫ്രാഗ്രൻസ് എന്താണ്. പിന്നെ നമ്മൾ ഫിംഗർ നെയിൽസ് നോക്കണം. ഇതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈറ്റ്, വെയിറ്റ് കാൽക്കുലേഷൻ നടത്തുക. ആൻഡ് ദെൻ നോക്കാനുള്ള ലെവൽ ഓഫ് ഐ കോണ്ടാക്റ്റ് ആണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യും. അതേസമയം കോൺഫിഡൻ്റ് ഇല്ലാത്തവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഡിപ്രഷനുള്ള പേഷ്യൻസ് ഒന്നും ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പം നമ്മൾ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ദേ ആർ സംവെയർ സംതിങ് അൺയൂഷ്വൽ എന്നൊക്കെ. അടുത്തയാണ് നോ ഐ കോണ്ടാക്റ്റ് ആണെങ്കിൽ അങ്ങനെ നോക്കുക. ഇൻറ്റൻസ് ആയിട്ടുള്ള ഐ കോണ്ടാക്ട് ചിലവർ കീപ്പ് ചെയ്യും. എന്തൊക്കെ കുറേ നേരം ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നവരായിരിക്കാം. ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ നോക്കുക. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നതിൻ്റെ ഹെയറിൻ്റെ കളറും അതിൻ്റെ ടെക്സ്ചറും. ദെൻ ഹെയർ ഭയങ്കര ക്ലീൻ ആയിട്ടാണോ ഇരിക്കുന്നത്, പിന്നെ ഹെൽത്തി ആണോ, ആൻഡ് എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്ന് മൊത്തത്തിൽ നോക്കണം. ഗ്രീസി, മാൽറ്റഡ്, ടാങ്കിൾഡ് ആണോ നോക്കുക. പിന്നെ ദേഹത്ത് എവിടെയെങ്കിലും സ്കാറോ, ടാറ്റൂസോ, അതേപോലെ തന്നെ ഡിസ്റ്റിങ്വിഷിങ് സ്കിൻ മാർക്സോ ഉണ്ടോ നോക്കണം. ആൻഡ് എവിടെയെങ്കിലും തരത്തിലുള്ള സ്വെല്ലിങ്ങോ ബ്രൂയിസസോ ഉണ്ടോ നോക്കണം. ദെൻ എന്തെങ്കിലും ജന്മനുള്ള ബർത്ത് മാർക്സ് ആൻഡ് റാഷസ് ഉണ്ടോ കൂടി നോക്കണം. ദെൻ ക്ലയൻറ്റിൻ്റെ അപ്പിയറൻസ് ക്രൊണോളജിക്കൽ ഏജിനനുസരിച്ച് ഡെവലപ്ഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. സോ ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസിനകത്ത് നമ്മൾ ആദ്യം പറയുന്നത് ജനറൽ അപ്പിയറൻസിനകത്ത് വരുന്നതാണ് നമ്മുടെ ഗ്രൂമിങ്. നമ്മൾ ക്ലീൻ ആയിട്ടാണോ ഇരിക്കുന്നത്, നമ്മുടെ ഹെയർ പ്രോപ്പറായിട്ട് വയ്ക്കുന്നത്, സ്കിന്ന് പ്രോപ്പറായിട്ടൊക്കെ വയ്ക്കുന്നു എന്നൊക്കെ. രണ്ടാമതാണ് ഹൈജീന്, നമ്മുടെ ഫിംഗർ നെയിൽസ്. ദെൻ ബാഡ് ബ്രത്ത് ആണോ, ഫൗൾ സ്മെല്ലിങ് ബ്രത്ത് ആണോ നോക്കുക. പിന്നെ നമ്മൾ പോസ്റ്റർ നോക്കണം. ഇങ്ങനെ ഇത് ലീൻ ആയിട്ടാണോ ഇരിക്കുന്നത്, നേരെയാണോ, കോൺഫിഡൻ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് നോക്കുക. ദെൻ BMI മീൻസ് ഹൈറ്റ്, വെയിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഹൈറ്റ്, വെയിറ്റ്. ഇതിന് ശേഷം നമ്മൾ ഐ കോണ്ടാക്റ്റ് പ്രോപ്പർ ആണോ ഐ കോണ്ടാക്റ്റ് വെക്കുന്നുണ്ടോ നോക്കണം. പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കളറേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അടുത്തയാണ് ജനറൽ ആറ്റിറ്റ്യൂഡ്. ഇതിനകത്ത് ക്ലയൻസ് കോപ്പറേറ്റീവ് ആണോ, അതേ കോപ്പറേറ്റീവ് അല്ലേ. പിന്നെ അതായത് നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആകട്ടെ, ഞാൻ ഒന്നിന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഒന്നും പറയാൻ പോണില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഇരിക്കും. നമ്മൾ അങ്ങനെ ഇരിക്കണ്ട. പിന്നെ എന്ത് ചോദിച്ചാലും പറയൂല, സൗകര്യമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അവരങ്ങ് ഇരിക്കുക. പറയാൻ സൗകര്യമില്ല എന്നല്ല അവർ പറയൂല. രണ്ടാമത്തത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഹോസ്റ്റൈലാണോ, അതെന്ത് ചോദിച്ചാലും ഡിഫെൻസീവ് ആണോ നോക്കുക. സോഷ്യലാണോ, അതെ റെസ്പോൺസീവ് ഉണ്ടോ നോക്കുക. ദെൻ അൺഇൻട്രപ്റ്റ് ആണോ, അപ്പത്തറ്റിക് ആണോ നോക്കുക. പിന്നെ അറ്റൻറ്റീവ് ആണോ, അത് ഇൻട്രസ്റ്റഡ് ആണോ. ദെൻ ഗാർഡഡ്, ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ നോക്കുക. സോ ജനറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനകത്ത് വരുന്നതാണ് കോപ്പറേറ്റീവ് ആണോ, അൺകോപ്പറേറ്റീവ് ആണോ, ഹോസ്റ്റൈൽ ആണോ, ഫ്രണ്ട്ലി ആണോ, ഇൻട്രസ്റ്റഡ് ആണോ, സസ്പീഷ്യസ് ആണോ, അതേ ഗാർഡഡ് ആണോ എന്നൊക്കെ നോക്കുക. അടുത്തയാണ് മോട്ടോർ ആക്ടിവിറ്റി. ഭയങ്കര ട്രെമർ ഉണ്ടോ, ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കുന്ന ട്രെമർ ഉണ്ടോ നോക്കുക. ദെൻ ടിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീരിയോടിപ്പിക്കൽ മൂവ്മെൻറ്റ്,
അതായത് ഫേഷ്യൽ ടിക്സ് എന്തെങ്കിലും, പിന്നെ ജേർക്കിങ് അല്ലെങ്കിൽ സ്പാസ്റ്റിക് മൂവ്മെൻറ്റ്സ്, പിന്നെ അവരുടെ മാനറിസം ഗെസ്റ്റേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും അവർ നഖം കടിക്കുന്നുണ്ടോ നോക്കുക. ദെൻ കവറിങ് ഫേസ് വിത്ത് ഹാൻഡ്സ്, അവരിങ്ങനെ ഫേസ് അവർ കൈകൾ കൊണ്ട് കവർ ചെയ്യുന്നോ നോക്കുക. ദെൻ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ഇൻ ദ സെൻസ് ഇവിടെ ഇരിക്കും നിൽക്കും അവരിങ്ങനെ ഹൈപ്പർ ആക്റ്റീവാണ്. പിന്നെ പേസസ്, പിന്നെ ആ ഒരിടത്ത് തന്നെ അവർക്ക് അങ്ങ് ഇരിക്കാനായിട്ട് പറ്റൂല. പിന്നെ ഉള്ളതാണ് റെസ്റ്റ്ലെസ്നെസ്സും അജിറ്റേഷനും, ഭയങ്കര ദേഷ്യമായിരിക്കും. ദെൻ ക്ലഞ്ചിങ് ഹാൻഡ്സ്, ലോട്ട്സ് ഓഫ് ഫിഡ്ഗെറ്റിംഗ്, പിന്നെ അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ആംഗ്രി ആറ്റിറ്റ്യൂഡ്. ദെൻ ത്രെറ്റനിങ്, ഇവൻ നമ്മളെ കൊല്ലുമെന്ന് വരെ അവർ പറയും. ദെൻ യൂസസ് സർക്കാസം. പിന്നെ റിജിഡിറ്റിയാണ്, അതായത് ഒരു സ്ഥലത്ത് തന്നെ റിജിഡായിട്ട് അങ്ങ് ഇരിക്കും, ആര് വന്ന് അനക്കിയാലും അവരനങ്ങൂല, അങ്ങനെ. പിന്നെ ആംസ് ആൻഡ് ലെഗ് അപ്പിയർ സ്റ്റിഫ്, ആംസ് ആണെങ്കിൽ ലെഗ്സ് ആണെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഗെയ്റ്റ് പാറ്റേൺ, എനി എവിഡൻസ് ഓഫ് ലിംബിങ്, പിന്നെ റേഞ്ച് ഓഫ് മോഷൻസ് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോയെന്ന്. ദെൻ അറ്റാക്സിയ ആൻഡ് ഷഫ്ലിങ്സ്. ഓക്കെ. ദെൻ അപ്പോൾ എന്തൊക്കെയാണ് മോട്ടോർ ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്? ഭയങ്കര ട്രമർ ഉണ്ടോ, ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ, ടിക്സ് ഉണ്ടോ, ദെൻ ഫേഷ്യൽ ടിക്സ് എന്തെങ്കിലും, ദെൻ ഹൈപ്പർ ആക്റ്റീവ് ആണോ, ആങ്കർ ഉണ്ടോ അവർക്ക്, ദെൻ റിജിഡിറ്റി, ദെൻ മാനറിസം, അവരുടെ പ്രത്യേക ഗെസ്റ്റേഴ്സ്, ദെൻ ഗെയ്റ്റ് പാറ്റേൺസ്, എക്കോപ്രാക്സിയ എന്ന് വെച്ചാൽ അവരുടെ തന്നെ സൗണ്ട് ഇങ്ങനെ എക്കോ പോലെ കേൾക്കും, അതാണ് എക്കോപ്രാക്സിയ. പിന്നെ സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ. ദെൻ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അവർക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടോയെന്നോ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻ ദ സെൻസ് അവരുടെ നോട്ട് എനി ലിമിറ്റേഷൻ ഇൻ എബിലിറ്റി ടു മൂവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ. പിന്നെ അടുത്തയാണ് സ്പീച്ച് പാറ്റേൺ. അവർ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആയിട്ടാണോ, റാപ്പിഡായിട്ട് പെട്ടെന്ന് സംസാരിക്കുകയാണോ ചെയ്യുന്നത്, അവരുടെ സ്പീച്ചിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഷർ ഉണ്ടോ, അതായത് ഒന്ന് സ്പീച്ച് പാറ്റേൺ ആണെങ്കിൽ ഭയങ്കര സ്ലോ ആണോ, റാപ്പിഡ് ആണോ, അല്ലെങ്കിൽ പ്രഷർ ഓൺ സ്പീച്ച് നോക്കുക. ദെൻ ഇൻറ്റോണേഷൻ, അതായത് ഇൻറ്റോണേഷൻസ് മീൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ ഞാൻ പറയുമ്പോഴത്തേക്കും എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആ വാക്കിനെ ഞാൻ എംപസൈസ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷേ ചിലവരാണെങ്കിൽ അത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേപോലെ അങ്ങ് പറഞ്ഞങ്ങ് പോവുക. അവരെങ്ങനെ ഹോമയും കുത്തും ഇതൊന്നും ഇടയൊന്നുമില്ല, സ്പീഡിലങ്ങ് പോവുക. അവർ ഏറ്റക്കുറച്ചിലും ഇല്ല, താഴ്ചയില്ല, അങ്ങ് പറഞ്ഞു പോവുക. ദെൻ അവരെ ചിലപ്പം ഇൻട്രപ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് പറ്റൂല. കാരണം ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് പോസ് ആയാലും നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്താലും അവർ മൈൻഡ് ചെയ്യൂല, അത് വേറെ കാര്യം. അതാണ് നമ്മൾ പ്രഷർ ഓഫ് സ്പീച്ചിനകത്ത്. പിന്നെ ഇൻറ്റോണേഷൻ, വേർഡ്സ് അപ്രോപ്രിയേറ്റുള്ള ഫേസസ് ഉപയോഗിക്കുന്നുണ്ടോ, വേർഡ്സ് സ്പോക്കൺ മോണോട്ടോണസ് ആണോ, വിത്തൗട്ട് എംഫസൈസ് ഒന്നും ഇല്ലാതെ ഒരേപോലെയാണോ പറയുന്നത് നോക്കുക. ദെൻ അടുത്തയാണ് വോളിയം, അവർ സംസാരിക്കുന്ന സ്പീച്ച് ഭയങ്കര ലൗഡാണോ അഥവാ സോഫ്റ്റ് വോയിസ് ആണോ നോക്കുക. പിന്നെ ഈ സ്പീച്ച് ലോ പിച്ച്ഡ് ആണോ ഹൈ പിച്ച്ഡ് ആണോ നോക്കുക. ദെൻ സ്റ്റട്ടറിങ് ഓർ അതർ സ്പീച്ച് ഇമ്പയർമെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ. ആൻഡ് അഫാസിയ, അതായത് വേർഡ്സ് ഫോം ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, കറക്റ്റ് യൂസ് ഓഫ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതിൽ. ദെൻ ഡിഫിക്കൽട്ടി തിങ്കിങ് ഓഫ് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് തിങ്ക് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി. ആൻഡ് മേക്കിംഗ് അപ്പ് ഓഫ് വേർഡ്സ്, നിയോലോഗിസം മീൻസ് വേർഡ്സ് ഒന്നും ചിലവർക്കത് കിട്ടത്തില്ല, അത് പ്രശ്നം. അപ്പം ഇതൊക്കെ എന്താണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം മൊത്തത്തിൽ. ആദ്യം നമ്മൾ ജനറൽ ഡിസ്ക്രിപ്ഷനാണ്, അതിനകത്ത് ജനറൽ അപ്പിയറൻസ് ആണ് പറയുന്നത്. ആ പേഷ്യൻസിൻ്റെ ഗ്രൂമിങ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. നമ്മൾ അവരുടെ ഗ്രൂമിങ് നോക്കാറുണ്ട്. ആൻഡ് ഫസ്റ്റ് വൺ ഗ്രൂമിങ്, ഹൈജീൻ, പോസ്ചർ, ദെൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ദെൻ ഐ കോണ്ടാക്ട് എന്താണെന്ന് നോക്കും. ദെൻ എന്തെങ്കിലും സ്കാർ ഉണ്ടോ. ദെൻ ഇവാലുവേഷൻ ഓഫ് ദ ക്ലയൻറ്റ്സ് അപ്പിയറൻസ്,
വിത്ത് റെസ്പെക്ട് ടു ദ ക്രൊണോളജിക്കൽ ഏജ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത്. ആറ്റിറ്റ്യൂഡ് അതിനകത്ത് കോപ്പറേറ്റീവ് ആണോ, അൺകോപ്പറേറ്റീവ് ആണോ, ഹോസ്റ്റൈൽ ആണോ, ഫ്രണ്ട്ലി ആണോ, ദെൻ ഗാർഡഡ്, ദെൻ അറ്റൻറ്റീവ് ആണോ, ഇൻട്രസ്റ്റഡ് ആണോ നോക്കും. അടുത്ത മോട്ടോർ ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള ട്രമർ ഉണ്ടോ, ദെൻ ഹൈപ്പർ ആക്റ്റീവ് ആണോ, അഗ്രസീവ്നെസ്, ദെൻ ആങ്കർ, ദെൻ എക്കോപ്രാക്സിയ മീൻസ് എക്കോ പോലെ അവരുടെ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ അവരുടെ മാനറിസം, ഗെസ്റ്റേഴ്സ്, ദെൻ സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ ആൻഡ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇതാ വരുന്നത്. അടുത്തത് സ്പീച്ച് പാറ്റേൺ ആണെങ്കിൽ അവരുടെ വോളിയം നോക്കും, പ്രഷർ ഓഫ് സ്പീച്ച് നോക്കും, ഇൻറ്റോണേഷൻസ് നോക്കും. ദെൻ വോളിയം പറഞ്ഞില്ലേ, സ്ലോ ആണോ റാപ്പിഡ് ആയിട്ടുള്ള സ്പീച്ച് ആണോ നോക്കും. ആൻഡ് ദെൻ ഷട്ടറിങ് ഓർ അതർ സ്പീച്ച് ഇമ്പയർമെൻറ്റ്, പറയുന്ന സമയത്ത് ഇങ്ങനെ വിൽക്കുന്നത്. ദെൻ ഹോഴ്സ്നെസ്, ഒരു കരകരപ്പ് സൗണ്ടുകൾ. ദെൻ സ്ലേർഡ് ആയിട്ടുള്ള സ്പീച്ച് ആണോ നോക്കും. ഇപ്പം നമ്മൾ ഈ ന്യൂറോളജിക്കലി പ്രശ്നമുള്ളവർക്കും ഇപ്പം എന്താ പറയുന്നത് CVA വന്നവർക്കും സ്ലേർഡ് ആയിട്ടുള്ള സ്പീച്ചൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഒബ്സേർവ് ചെയ്യണം, എങ്കിലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ അഫാക്സി, അതായത് വേർഡ്സ് ഫോം ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി ഉണ്ടോ, തെറ്റായിട്ടുള്ള വാക്കാണോ യൂസ് ചെയ്യുന്നത്, ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ് തിങ്ക് ചെയ്യാൻ ഡിഫിക്കൽട്ടി അവർ നേരിടുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. ഇനി അടുത്തയാണ് ഇമോഷൻസിനകത്ത് വരുന്നതാണ് മൂഡും എഫക്റ്റും. ഇതെല്ലാം നമ്മൾ ഇതെല്ലാം മീൻസ് ഈ പറയുന്ന മൂഡാണെങ്കിൽ എഫക്റ്റ് ആണെങ്കിൽ നമ്മൾ എൻക്വയർ ചെയ്യണം അവരോട്. ചിലതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, ചിലത് നമ്മൾ ഇൻക്വയർ ചെയ്യേണ്ടതാണ്. ഇപ്പം ഇമോഷൻസിനകത്ത് വരുന്നത് ഡിപ്രഷൻ, ഡിസ്പെയറിങ്, ദെൻ ഇറിറ്റബിൾ ആണോ, ആൻഷ്യസ് ആണോ, ദെൻ എലിവേറ്റഡ്. ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിസ്പെയറിങ്ങിനകത്ത് എപ്പോഴും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവർക്ക് തീരെ താല്പര്യം കാണത്തില്ല. ദെൻ ഇറിറ്റബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ അനോയ് ചെയ്യാനായിട്ട് ഈസിലി അനോയ്ഡ് ആൻഡ് പ്രൊവോക്ഡ് ടു ആങ്കർ. ഇറിറ്റബിൾ. ആൻഷ്യസ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നവരാണ്. ദെൻ എലിവേറ്റഡ് നോർമലിനെക്കാട്ട് ഒന്നിത്തിരി എലിവേറ്റഡ്, ഭയങ്കര ജോയ് എക്സ്പ്രസ് ചെയ്യുന്നവരാണ്. ദെൻ ഇൻറ്റൻസീവ്ലി ഒപ്റ്റമിസ്റ്റിക് ആയിരിക്കും. ദെൻ എലിവേറ്റഡ്. യൂഫോറിക് എന്ന് വെച്ചാൽ ഒരു ഹയർ ഓഫ് ലെവൽ ഓഫ് ഹാപ്പിനെസ്, പിന്നെ എക്സ്പ്രസ്ഡ് ഫീലിംഗ് ഓഫ് ഗ്രാൻഡർ, അതായത് എല്ലാം സൂപ്പറാണ്, ഈ ലോകം തന്നെ ബെസ്റ്റാണ്, എല്ലാം കിട്ടില്ലാണ്, സെറ്റാണ്, അങ്ങനെയാണ്. അതെ. ഫിയർഫുൾ എന്ന് വെച്ചാൽ ഒന്നുകിൽ റിയൽ അല്ലെങ്കിൽ പെർസീവ്ഡ് ആയിട്ടുള്ള ഡേഞ്ചർ. ഇപ്പം തന്നെ എന്നോട് വെച്ച് കഴിഞ്ഞാൽ സിംഹത്തിനെ കാണാൻ പേടിയല്ലെന്ന് വെച്ചാൽ സിംഹത്തിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ പേടിക്കും. അതേസമയം സിംഹത്തിൻ്റെ പടം കണ്ടിട്ട് എന്നോട് പേടി ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ചിലവർക്ക് അതും ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പടം അവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്താണ് ഗിൽറ്റി. എക്സ്പ്രസ്സസ് എ ഫീലിംഗ് ഓഫ് ഡിസ്കംഫർട്ട് അസോസിയേറ്റഡ് വിത്ത് റിയൽ ഓർ പെർസീവ്ഡ് റോങ് ഡൂയിങ്. അതാണ് ഗിൽറ്റി. മേ ബി അസോസിയേറ്റഡ് വിത്ത് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ആൻഡ് ഡിസ്പെയർ, സങ്കടപ്പെട്ട് ഒക്കെ ഇരിക്കുന്നത്. ഗിൽറ്റി, നാണക്കേട്. തെറ്റായിട്ടുള്ളത് ചെയ്യുമോ, റോങ് ഡൂയിങ്, തെറ്റായിട്ടുള്ള ചെയ്യുമോ എന്നുള്ള പേടി. പിന്നെ ലെബെയിൽ എന്ന് വെച്ചാൽ എക്സിബിറ്റ് മൂഡ് സ്വിങ്സ് ദാറ്റ് റേഞ്ച് ഫ്രം യൂഫോറിയ ടു ഡിപ്രഷൻ ഓർ ആൻസൈറ്റി. അതായത് മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് മുതൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി ലെവൽ വരെ പോകുന്നതുണ്ട്. അടുത്തയാണ് അഫക്റ്റിനകത്ത് നമ്മുടെ ഇന്നർ ഫീലിംഗ് നമ്മൾ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതാണ് എഫക്റ്റിനകത്ത് പറയുന്നത്. കോൺഗ്രുവൻസ് വിത്ത് മൂഡ്. ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അപ്പം ഞാൻ എന്ത് ചെയ്യും, വെളിയിൽ ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യും. സങ്കടമാണെങ്കിൽ അതേപോലെ തന്നെ വെളിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പം ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മുഖത്ത് സാഡ്നെസ് കാണിക്കും. ഇനി അടുത്തയാണ് കൺസ്ട്രക്റ്റഡ് ഓർ ബ്ലണ്ടറിനകത്ത് മിനിമൽ ആയിട്ടുള്ള ഔട്ട്വേർഡ് എക്സ്പ്രഷൻ മാത്രം നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഫ്ലാറ്റ്. പുറത്തോട്ട് ഒരു എക്സ്പ്രഷൻസും ഇവർ എക്സ്പ്രസ് ചെയ്യൂല. നാലാമത്തത് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കരയില്ലേ, അതെന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആണ്. ഇന്നപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ മരണ വീട്ടിൽ പോയി ചിരിക്കുകയും
കല്യാണ സ്ഥലത്ത് പോയി നിലവിളിക്കുകയും ചെയ്യുന്നത് അത് ഇന്നപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? കോൺഗ്രുവൻസ് ഉണ്ട്, കൺസ്ട്രക്റ്റഡ് ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, അപ്രോപ്രിയേറ്റ് ഉണ്ട്, ഇന്നപ്രോപ്രിയേറ്റ് ഉണ്ട്. ഏതിനകത്ത് വരുന്നത്? അഫക്റ്റിനകത്ത്. ഓക്കെ, ഇനി ഇൻഫറൻസ് അഫക്റ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു മൂഡ് നോക്കുക. സോ ഇമോഷൻസിനകത്താണ് നമ്മൾ മൂഡും അതേപോലെ തന്നെ വാട്ട് വി ലേൺഡ് അഫക്റ്റ്. തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത സെഷൻ നോക്കാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യട്ടെ. അപ്പം ആദ്യം ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസ് പറഞ്ഞു. അതിനകത്ത് എന്താണ് പറഞ്ഞത്? നമ്മുടെ ഗ്രൂമിങ് എന്താണ്, ഹൈജീൻ എന്താണ്, വീണ്ടും വീണ്ടും പറയാൻ ഇത്രയും കിട്ടാൻ വേണ്ടിയാണ്. ഗ്രൂമിങ് എന്താണ്, ഹൈജീന്, ഹൈറ്റ്, വെയിറ്റ്, പോസ്റ്റർ, then eye contact, body presence of expressed any scars or tattoos, then general ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനകത്ത് കോപ്പറേറ്റീവ്, അൺകോപ്പറേറ്റീവ്, ഹോസ്റ്റൈൽ, ഫ്രണ്ട്ലി, then ഗാർഡൻഡ്, ഇൻട്രസ്റ്റഡ്, then അറ്റൻറ്റീവ് ഒക്കെ. then അടുത്തത് what we say, നമുക്ക് മോട്ടോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതിനകത്ത് ടിക്സ് വരുന്നുണ്ട്, ട്രെമേഴ്സ്, ഹൈപ്പർ ആക്ടിവിറ്റീസ്, ദെൻ റിജിഡിറ്റി, എക്കോപ്രാക്സിയ. അയ്യോ, എനിക്ക് എപ്പോഴും പറഞ്ഞു എക്കോ വരുന്നത് എക്കോപ്രാക്സിയ. ശരി തന്നെ, പോസിറ്റീവ്. പിന്നെ മാനറിസം, ഗേറ്റ്, ദെൻ സൈക്കോമോട്ടോർ റിട്ടാർഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലോസ് ഓഫ് മൂവ്മെൻറ്റ് അത് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്പീച്ച് നോക്കി, ഇൻറ്റോണേഷന്, ദെൻ വേർഡ്സിലൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന കാര്യം ഇൻറ്റോണേഷൻ നോക്കി, വേർഡ്സ്, പ്രഷർ ഓൺ സ്പീച്ച്, വോളിയം, റാപ്പിഡ് ആയിട്ടുള്ള സ്പീച്ചാണോ അത് സ്ലോ ആയിട്ടുള്ള സ്പീച്ചാണോ നോക്കി. ആൻഡ് ദെൻ നമ്മൾ നോക്കിയത് ഇമോഷൻസ് ആണ്, എഫക്റ്റ് ഉണ്ട്, മൂഡുണ്ട്. ആദ്യം നമ്മൾ പഠിച്ചത് മൂഡാണ്. ഇതെല്ലാം നമ്മൾ ചോദിച്ചറിയുകയോ ചെയ്യുന്നത്. മൂഡാണെങ്കിൽ തന്നെ ഇതിനകത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആണോ, അത് ആൻഷ്യസ് ആണോ, എലിവേറ്റഡ് ആണോ, യൂഫോറിക് ആണോ, ഫിയർഫുൾ ആണോ, ഗിൽറ്റ് ആണോ എന്നൊക്കെ നോക്കി. ആൻഡ് അടുത്ത ശേഷം വരുന്നതാണ് നമ്മുടെ അഫക്റ്റഡ് ആവുന്നത്. കോൺഗ്രുവൻസ് ആണോ നോക്കി, ഫ്ലാറ്റ് ആണോ, ദെൻ അപ്രോപ്രിയേറ്റ് ആണോ, ഇന്നപ്രോപ്രിയേറ്റഡ് ആണോ, കൺസ്ട്രക്റ്റഡ് ആണോ, ഇതെല്ലാം നോക്കിയത് എഫക്റ്റിനകത്താണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഐ ഹോപ്പ് ദാറ്റ് കുറേയൊക്കെ മനസ്സിലായി എന്നുള്ളത്. ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ടത് വീണ്ടും റിവൈസ് ചെയ്യുക. Okay, let's see you in the next video. Signing off.